നമസ്കാരം. നമ്മളുടെ കേരളം രണ്ട് കാര്യത്തിലാണ് കഷ്ടപ്പെടുന്നത്. മഴയില്ലെങ്കിൽ അനാവൃഷ്ടി, മഴ പെയ്തു തുടങ്ങിയാൽ അതിവൃഷ്ടി. ഇതാണ് ഗതികേട്. അതിൻ്റെ ഇടയിലൊരു ഒരു ഒരു മധ്യ മധ്യഭാഗം, അതായത് ശീതോഷ്ണ എന്ന രീതി ഇപ്പോൾ കേരളത്തിൽ ഇല്ലാണ്ടായി മാറി. ഇപ്പോൾ ആറന്മുളയിൽ നാളെ മഴ നിന്നാൽ മറ്റന്നാൾ ചൂടായി. അവിടെ അടിയിൽ വെള്ളം ഉണ്ടാവും, പക്ഷെ അന്തരീക്ഷത്തിന് ചൂടായിരിക്കും. എ സിയിലാണ് കിടന്നുറങ്ങാൻ പറ്റില്ല. കേരളം അങ്ങനെ ആയിരുന്നില്ല. അതിന് കാരണം കേരളത്തിൻ്റെ മേലെ കൂടെ പ്രേം നസീർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രേം നസീറാണോ സത്യനാണെന്ന് അറിയില്ല. കേരളത്തിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോൾ, ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ബാക്കി എല്ലായിടത്തും മദ്രാസിൽ തമിഴ്നാട്ടിലാണെങ്കിൽ എല്ലാം കാണാം, കേരളത്തിൽ പോയി ഒന്നും കാണില്ല. കേരളത്തിൽ വന്നാൽ ഒന്നും കാണില്ല. കാരണം എന്താണ്? കേരളം പച്ച പുതപ്പ് മൂടിയിട്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ മേലെ. ആയതുകൊണ്ട് അവിടെ ഒരു വീട് പോലും നമുക്ക് കാണാൻ പറ്റില്ല. കേരളത്തിലെ സ്ഥിതി അതാണ്. ഇന്നത്തെ സ്ഥിതിയല്ല പറഞ്ഞ, പണ്ടത്തെ സ്ഥിതി. ആ പണ്ടത്തെ സ്ഥിതിയുടെ ഒരു മാറ്റം, അതാണ് കേരളത്തിൻ്റെ ദുരിതം. വാസ്തവത്തിൽ ആരാണ് ഈ മാറ്റത്തിന് ഉത്തരവാദി? ആകാശത്തു നിന്നാണ് വെള്ളം വരുന്നത്. എത്ര തന്നെ വെള്ളം ആകാശത്തുണ്ടായാലും അത് പൊട്ടി വീണാലും നമുക്കൊന്നും സംഭവിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെക്കും കുട്ടിക്കാലത്ത് ഞാനൊക്കെ മഴയെ ശപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കർക്കിടക മാസം വരുന്ന സമയത്ത്, ഏതോ ഒരു മാസത്തിലാണ് മറ്റേ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയും. പുണർന്ന ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല, അങ്ങനെ ഞാറ്റുവേലകളുണ്ട്. അതിൽ കാരണവന്മാർ പറയും തിരുവാതിര തിരിമുറിയാതെ എന്ന് പറയും. അത് അനുഭവമുള്ളതാണ്. ഇങ്ങനെ കിളുകിളുകിളെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറയാമെന്ന് വെച്ചാൽ തലയിലടിക്കും. പണ്ടോരടക്കാൻ പന്തും കളിക്കാൻ പറ്റില്ല. സ്കൂളിൽ പോകുമ്പോൾ ഈ കുടയും കുട കൂടിയിട്ട് എന്താ കാര്യം? വെള്ളകത്തേക്ക് കയറും. ഒരു ചെറിയ കുടയും പിടിച്ചിട്ട് അതിൻ്റെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന കുട ഇങ്ങനെയായി മാറും. അപ്പോൾ ഇല്ലാത്ത മഴ മുഴുവൻ കൊള്ളേണ്ട വരും. അപ്പോൾ ആ ഒരു ഗതികേട്. സ്കൂളിൽ പോയാലും ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ മാഷുമാരെ അനുവദിക്കില്ല. അപ്പോൾ അന്ന് ശപിച്ചിട്ടുണ്ട്. പക്ഷേ അന്നും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. 1925 ഇന്നേക്ക് 1825, അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. 99 വെള്ളപ്പൊക്കം എന്നാണ് പറയുക. അതിനെക്കുറിച്ച് വലിയ കഥകളും കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ ഉണ്ട്. മഹാത്മാഗാന്ധിക്ക് 10,000 രൂപ, അന്നത്തെ 10,000 രൂപയാണ് കേട്ടോ, അന്നത്തെ 10,000 രൂപയും കൊടുത്തയച്ച 100 വർഷം മുമ്പ്. വലിയ സംഭവമായിരുന്നു. ഇതിനേക്കാൾ വലുത് എന്ന് പറയാവുന്നൊരു സംഭവമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും പ്രളയക്കെടുതി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അനാവൃഷ്ടി ഉണ്ടായിട്ട് കൃഷി കരിഞ്ഞുണങ്ങുക, അതും ഉണ്ടായിട്ടില്ല. കൃത്യസമയത്ത് സ്വിച്ചിട്ട പോലെയാണ്. ജൂൺ 1-ാം തീയതി മഴ, തിരുവാതിര ഞാറ്റിയാല തിരിമുറിയാതെ, പുണർന്ന് ഞാറ്റുവേല അതിൻ്റെ രീതിയിൽ എല്ലാം കൃത്യതയോട് കൂടിയിട്ട കാര്യങ്ങൾ വന്നിരുന്നത്. ഇന്നിപ്പോൾ എല്ലാം താളം തെറ്റി. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ വെള്ളപ്പൊക്കം, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ മന്ത്രിമാരെല്ലാവരും പറയുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ആ ദുരിതത്തിൽ നിന്ന് അവരെ താൽക്കാലികമായിട്ട് കരകയറ്റാൻ ക്യാമ്പുകൾ സൃഷ്ടിക്കാം. ഇപ്പം ഞാൻ 2018 വെള്ളപ്പൊക്കത്തിൽ 2018 വെള്ളപ്പൊക്കത്തിൽ മുട്ടത്ത് ഹരിപ്പാട് മുട്ടത്തിൽ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഇന്ന് ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടു. അത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും വെള്ളപ്പൊക്കം തന്നെയാണ്. അവിടെ 2-3 ഹോളുണ്ട്, 1-2 അടുക്കളയുണ്ട്. അപ്പോൾ അവിടെ വരുന്നവർക്ക് സുഖമായിട്ടുള്ള ജീവിതമാണ് അവിടെ കൊടുക്കുന്നത്. കൊതുകുതിരി വരെ കത്തിച്ച് വയ്ക്കുമ്പോൾ അവിടെ കുട്ടികൾ കൊതുകടിക്കാതിരിക്കുക. പിന്നെ കലാപരിപാടികളുണ്ടാവും. വാസ്തവത്തിൽ പിരിഞ്ഞു പോകുമ്പോൾ കരഞ്ഞിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെ അവിടെ ഏർപ്പാട് ചെയ്യുക. ഹരിപ്പാടടുത്ത് മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഹരിപ്പാടിനും മാവേലിക്കരയ്ക്കും ഇടയിലുള്ള സ്ഥലമാണത്. അപ്പോൾ അന്ന് ആരംഭിച്ചപ്പോൾ ഈ 2018 മുതൽക്ക് എന്ന് പറയാം, 19, 20, 21, 22, 23, 24, 25, 26 വർഷമായി. എല്ലാ വർഷവും ഇവിടെയോ അവിടെയോ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. കവളപ്പാറയിലും അവിടെ ഇവിടെ പെട്ടിമുടിയിൽ ആളുകളുടെ മരണം, വീടുകൾ തകർന്നു പോലെ, ആളുകൾ നമ്മൾ പലപ്പോഴും കാര്യങ്ങളിലേക്ക് കടക്കണം. അതായത് കാര്യങ്ങളായിട്ട് ചിന്തിക്കുമ്പോൾ
ഒരാളും കുടുംബം, ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യമാണ്, മരിച്ചു പോയാലും കുഴപ്പമില്ല, പക്ഷേ അവർക്കുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും തവിട് പൊടിയാകുക, പിന്നെ എന്ത് ചെയ്യും വാസ്തവത്തിൽ? അത് മരണത്തിന് തുല്യമല്ലേ വാസ്തവത്തിൽ? എന്നാലും റോട്ടിലിറങ്ങി നിൽക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും വെച്ചാൽ കുഴപ്പമില്ല, കൊച്ചു കുഞ്ഞുങ്ങളടക്കം. ഇനി അവർക്ക് എന്തെങ്കിലും ഒരു കൂര കിട്ടുന്നത് എന്നായിരിക്കും? അതുവരെ ഇന്നലെ വരെ സുഖകരമായിട്ട് അവരവരുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നവർ പിറ്റേ ദിവസം പിച്ചതുണ്ടെന്ന് കരുതിയത്. ഇതിപ്പോൾ വലിയ രൂപത്തിൽ നടമാടിക്കൊണ്ടിരിക്കുക. അടുത്ത വർഷം ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ മഴ പെയ്യാതിരിക്കണം. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. കാരണം മഴവെള്ളത്തിന് ഒലിച്ചു പോകാൻ ഇടമില്ല. പണ്ട് ഇതൊരു സ്ലാൻഡിങ് ആയിരുന്നു, ഇങ്ങനെ സ്ലാൻഡിങ് ആയിരുന്നു. പശുമാട്ടത്തിന് മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം പുഴയിലേക്ക് വന്ന് അത് ഒഴുകിപ്പോകും. അതിൽ ആ പെയ്യുന്ന മഴയിൽ ഒരു 80% പശുമാട്ടം വലിച്ചെടുക്കും. പശുമാട്ടത്തിന് താഴെ വാരലും വലിച്ചെടുക്കും. കാരണം എന്താണ്? ഇപ്പം ഞാൻ വളർന്ന വീട് 8 ഏക്കർ സ്ഥലമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ആ 8 ഏക്കർ സ്ഥലത്തിന് 1/2 ഏക്കർ പോലെ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും കാടാണ്. അവിടെ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. കശുമാവൻ തോട്ടങ്ങൾ, കൈതപ്പൂ ഉണ്ടാവുന്ന കൈതകൾ, ആത്തച്ചക്കകൾ, ചക്കകൾ, മാവിൻ്റെ ഒക്കെ. അങ്ങനെ വല്ലവരും വന്ന് ചോദിക്കും, ഞങ്ങളുടെ മുത്തച്ഛനോട് ചോദിക്കും, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ എന്താ ചെയ്തോളാൻ പറയും. അത്തരമൊരു സ്ഥലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലായിടത്തും ഞാൻ പറയാതെ തന്നെ ഇവിടെ പ്രായം ചെന്ന ആൾക്കാർക്ക് അറിയാം. ഇന്നത്തെ സ്ഥിതി അതല്ല. പെയ്യുന്ന മഴ അതിനെ പിടിച്ചെടുക്കാൻ ഭൂമിക്ക് കഴിയുന്നില്ല. കാരണം എന്താണ്? അതിനെ പിടിച്ചെടുക്കത്തക്ക വിധത്തിൽ ഭൂമിയിൽ വേരുകളില്ല. അത് സ്പോഞ്ച് പോലെയാണ്. ആ വേരുകളും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ വെള്ളം ഇങ്ങനെ താഴ്ന്നു പോകും. ഇത് മൊട്ടക്കുന്നുകളായിട്ട് മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടം പരിപൂർണമായിട്ട് ഇപ്പോൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു ഒരു ഇസ്രായേലി സുഹൃത്ത് കൂടിയിട്ട്, അങ്ങനെ ഫ്രണ്ടും കൂടിയിട്ട്, ഗേൾ ഫ്രണ്ടും കൂടിയിട്ട് ഒരിക്കൽ ശാന്തമ്പാറ ഭാഗത്തോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു, സ്വിറ്റ്സർലാൻഡൊക്കെ ഇതിന് മുമ്പിൽ എന്താ? അവരതാ ചോദിച്ചത്, സ്വിറ്റ്സർലാൻഡൊക്കെ ഇതിന് മുമ്പിൽ എന്താ? പാമ്പാടും പാറ, ശാന്തമ്പാറ ഭാഗത്തോട്ട് പോകുമ്പോൾ, അങ്ങനെ പോകുമ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് എന്നൊരു ശബ്ദം. എന്താ നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് അവിടെ കൊത്തിക്കളച്ചിട്ടിരിക്കുകയാണ്. അവിടെ മാത്രം ചുവന്ന പാടാണ്, മണ്ണിൻ്റെയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആരെയും വന്നുകൊണ്ട് കത്തിയോട്ട് ഇങ്ങനെ മുറിച്ച പോലെ, ആ പച്ചപ്പിൻ്റെ ഇടയിൽ ചോര വാർന്നു കിടക്കുന്ന ഒരു സ്ഥലം പോലെ. ഇങ്ങനെ കയ്യേറി ഒരു പർട്ടിക്കുലർ വിഭാഗം പട്ടയം വാങ്ങിച്ച്, കോൺഗ്രസ് തന്നെയുണ്ട്. പട്ടയ മഹോത്സവമാണത്. ഇപ്പോൾ കണ്ടില്ലേ വെള്ളപ്പൊക്ക മഹോത്സവം. പട്ടയ മഹോത്സവത്തിൻ്റെ ഫൈനൽ ഔട്ട്കമാണ് ഈ പറയുന്ന വെള്ളപ്പൊക്ക മഹോത്സവം. ആറന്മുള വള്ളംകളി എന്ന് പറഞ്ഞില്ലേ, കളിയാക്കി പറയല്ല കേട്ടോ. ഇന്നിപ്പോൾ അവരനുഭവം ദുരിതം ആലോചിച്ച് നോക്കൂ. പാണ്ടനാട് ഒരു സ്ഥലമുണ്ട്. എവിടെ മഴ പെയ്താലും, അമേരിക്കയിൽ മഴ പെയ്താലും പാണ്ടനാട് മുങ്ങും. അതാണ് പാണ്ടനാടിൻ്റെ സ്ഥിതി. പോയി ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്ത്, മുട്ടത്തുണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പട്ടികൾ, പൂച്ചകൾ, അതുപോലെ തന്നെ 100 കണക്കിന് ആടുകളും മാടുകളും ചത്തുപോയി അവിടെ. അതുപോലൊരു നരകക്കുഴിയാണെന്ന് തോന്നുന്നു ഈ പാണ്ടനാട്. ആയതുകൊണ്ട് തന്നെ ഇത് ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് തുടരാതിരിക്കാൻ എന്താ മാർഗം? ഒരു മാർഗവുമില്ല. എന്നാൽ മാർഗമുണ്ട്. ഗാഡ്ഗിൽ, പിന്നെ വേറൊരാളുടെ അങ്ങനെ പേര് ഞാൻ മറന്നുപോയി, ഗാഡ്ഗിൽ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് കേരളം എന്ന മനോജ്ഞമായിട്ടുള്ള ഭൂമിയെ സഖ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണെൻ്റെ കേരളം. വള്ളത്തോളും പാടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ കേരളത്തെ ഇന്ന് എന്താക്കി മാറ്റി? ആനകളും ആനകളും പുലികളും നാട്ടിലേക്ക് ഇറങ്ങി വരില്ല ചെയ്യുന്നത്. അവരവരുടെ സഞ്ചാരപഥത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് മറികടന്ന് തമിഴ്നാട്ടിൽ പോകാൻ 1 വഴി, 2 വഴി, 3 വഴി അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഒരു വയനാടൻ ചുരം, ഒരു പാലക്കാട് ചുരം, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആ ഭാഗത്തൊരു ചുരം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ പരിപൂർണമായിട്ട്, ഞാൻ എടമലക്കുടിയിലുണ്ടായിരുന്ന ആളാണ്. എടമലക്കുടിയിൽ ഏകദേശം ഒരു 10-30 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് എടമലക്കുടിയിൽ ഇത്രയും പോകുന്ന വഴി കൂടെ വേണം പോകാൻ. കയറി അവിടെ കാലത്ത് 6 മണിക്ക് പുറപ്പെട്ട വൈകുന്നേരം 6 മണിക്ക് എത്തുള്ളൂ. പക്ഷേ മുതുവാന്മാർ 3.5 മണിക്കൂറുണ്ട് അവിടെ എത്തും. 10-12 കിലോമീറ്റർ മതി. നമുക്കതിനൊരു ശേഷിയില്ലല്ലോ.
ആ സ്ഥലത്തേക്ക് ഇപ്പോൾ ജീപ്പും കാറും ലോറിയും ബസ്സും ഹെലികോപ്റ്ററൊക്കെ പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കാടിനെ പരിപൂർണമായിട്ട് ഛിന്ന ഭിന്നമാക്കി മാറ്റി. ആ ഇളകിയ മണ്ണാണ് വാസ്തവത്തിൽ ഈ അപ്പർ കുട്ടനാടും ലോവർ കുട്ടനാടും ഈ പറഞ്ഞ ചെങ്ങന്നൂരും ചങ്ങനാശ്ശേരി എവിടേക്കും വന്ന് വീഴുന്നത്. വെറും വെള്ളമാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ഈ വെള്ളം ചെളിവെള്ളമാണ് വരുന്നത്. ഈ പായസം ഉണ്ടല്ലോ, സേമിയ പായസം പോലെ കൊഴുകൊഴുതിനുള്ള വെള്ളമാണ് വരുന്നത്. ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്? ഈ കൊഴുകൊഴുതിനെ അവിടെ നിന്ന് എവിടെ നിന്നാണ്, എവിടെയാണ് ഈ മണ്ണടക്കം നടത്തിയിട്ടുള്ളത്? ആയതുകൊണ്ട് തന്നെ ഭൂമിദേവിയെ നമുക്ക് മറ്റേ പൂതനയുണ്ടല്ലോ, പൂതന, ശ്രീകൃഷ്ണൻ പാല് കുടിച്ചു പൂതനയുടെ. അപ്പോൾ പൂതന വേഷം മാറിയിട്ടാണ് വന്നിട്ടുള്ളത്, ലളിതയായിട്ടാണ് വന്നിട്ടുള്ളത്. മുല കൊടുത്തു, മുലയിൽ വിഷം പുരട്ടിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ കുടിക്കാൻ തുടങ്ങി, കുടിച്ചു കുറച്ചവളാണ് മനസ്സിലാവുന്നത് പൂതനയ്ക്ക് ബോധക്കേട് വരികയാണ്. കാരണം മുലപ്പാലും കഴിഞ്ഞ് ചോരയും കുടിക്കാൻ തുടങ്ങി. ഇതുപോലെയാണ് ഈ പറഞ്ഞ നമ്മുടെ കേരള ഭൂമിയുടെ നെഞ്ചകം വെട്ടിപ്പിളർന്ന് പാല് കുടിച്ചു കഴിഞ്ഞ് പിന്നെ വെട്ടിപ്പിളർന്ന് ചോര കുടിക്കുകയാണ് അവിടെ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മലയിലുള്ള ആളുകൾ. ആ ഒരു കാര്യത്തിൽ MP വീരേന്ദ്രകുമാറിന് വനം മന്ത്രിയായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയൊരിക്കൽ. അപ്പോൾ അദ്ദേഹം വനം മന്ത്രിയായിട്ട് അവിടെ കയറി ആദ്യത്തെ പ്രസ്താവന, എൻ്റെ അനുവാദം കൂടാതെ, വനം വകുപ്പിൻ്റെ അനുവാദം കൂടാതെ ഒരൊറ്റ മരം മുറിക്കരുത് എന്ന്. പിന്നെ എന്താ ഉണ്ടാവുക? അകലകളായില്ലേ? കാരണം ഇതന്നെ മരം മുറി പരിപാടി മാത്രമായിട്ട് നടക്കുന്ന പറയാതിരിക്കാൻ നല്ലത്. ആ ആൾക്കാർ മുഴുവൻ ഇളകി. അവർക്ക് ഒത്താശ ചെയ്യുന്ന ഈ പട്ടയ കോൺഗ്രസ്സുകാരും ഇളകി. എന്തിനു പറയണു? 24 മണിക്കൂറോ മറ്റോ അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്നുള്ളൂ. MP വീരേന്ദ്രകുമാർ അദ്ദേഹത്തെ അവിടുന്ന് തൂക്കി എറിഞ്ഞ് NM ജോസഫിനെ വെച്ചു അവിടെ വെച്ചു. അദ്ദേഹം പറഞ്ഞു എത്ര മണിയാകാമെന്ന് പറഞ്ഞു. മരം വെട്ട് അന്ന് തുടങ്ങിയതാണ്. ആയതുകൊണ്ട് തന്നെ LDF ആണെങ്കിലും UDF ആണെങ്കിലും അവർക്കറിയാം ഇതിൻ്റെ മൂലാധാരം എവിടെയാണെന്ന്. എന്നെപ്പോലൊരു സാധാരണക്കാരനെ അറിയാമെങ്കിൽ അവർക്ക് അറിയാതിരിക്കില്ലല്ലോ. ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ, പിന്നെ കസ്തൂരി രംഗൻ്റെ ഗാർഗിൽ റിപ്പോർട്ടും വന്ന സമയത്ത് അവരെ ഓടിക്കാനായിരുന്നു ശ്രമം, ഗാർഗിലിനെ ഓടിക്കാനാണ് ശ്രമം. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കുമെന്ന് പറഞ്ഞതാണ്. ശപിച്ചതല്ല, ഒരു സത്യം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് എത്രയോ ലക്ഷം ഭൂമികൾ, 5 ലക്ഷമോ മറ്റോ വീടുകൾ നിൽക്കുന്ന ഭൂമികൾ അനധികൃതമാണ്, അതെല്ലാം അനിഹിലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നടക്കുന്ന കാര്യമാണോ? 5 ലക്ഷം വീടുകളാണ്. അപ്പോൾ എത്ര വോട്ടുണ്ട്? 10-25 ലക്ഷം വോട്ടാ. നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വോട്ട് കളയാൻ പറ്റുമോ? നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി വോട്ട് കളയാൻ പറ്റുമോ? എന്തായാലും ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങൾ നമുക്കൊരു അന്തസ്സുള്ള വർത്തമാനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഇനി ആവർത്തിക്കാതിരിക്കട്ടെ, ഈ ദുരിതം ആവർത്തിക്കാതിരിക്കട്ടെ എന്നൊക്കെയും പറഞ്ഞ് നമുക്കൊരു എന്തായാലും പറയും, നമ്മളുടെ ഒരു പാട്ട് പാടാം, അങ്ങനെയും പാടാം. പക്ഷേ ഉണ്ടാകാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അടുത്ത വർഷക്കാലാവുമ്പോഴും ഇപ്പം നടന്ന സ്ഥലത്തായിരിക്കില്ല, വേറൊരു സ്ഥലത്തായിരിക്കുന്നു മാത്രം. ആയതുകൊണ്ട് തന്നെ ആകാശത്തുനിന്ന് അത് പണ്ടൊക്കെയും പറയാറുണ്ട്, കുഞ്ഞാഞ്ഞ വന്നേ കുഞ്ഞാഞ്ഞ, വലിയ സന്തോഷമാണ്. ഇപ്പം അതിന് വരെ എന്താ പറയാമെന്നറിയില്ല. ഇപ്പം മഴക്കാലം വരുമ്പോൾ പലർക്കും ഭയമാണ്. വാസ്തവത്തിൽ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്, ഉണ്ടാക്കി വെച്ചാൽ മുഴുവൻ നഷ്ടപ്പെടുന്നത്. ആകാശത്ത് നിന്ന് വരുന്ന കുഞ്ഞാഞ്ഞ, അപ്പം അത് കുഞ്ഞാഞ്ഞയല്ല, ചെകുത്താൻ്റെ മക്കളായിട്ട് മാറിയിരിക്കുകയാണ്. അത് മനുഷ്യജീവിതങ്ങളെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്, വൻ ദുരന്തങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പമ്പാ നദി, മണിമലയാറ്, മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകൽ മാത്രമല്ല കേട്ടോ, അത് പായസം കണക്കെ കൊഴുകൊഴുന്നതിലുള്ള ചുവന്ന വെള്ളമായിട്ടാണ് അത് ഒഴുകി വരുന്നത്. എന്താണ് കാരണം? മലകൾ ഇടിച്ചിറക്കുന്നു, കുന്നുകൾ ഇടിച്ചു കളയുന്നു, അതിൻ്റെ പേരിൽ ഉരുൾപൊട്ടലുകൾ വരുന്നു, ആവാസ വ്യവസ്ഥകളൊക്കെ അതിൻ്റെ പേരിൽ തകർന്ന് തരിപ്പണമാകുന്നു. എന്നിട്ട് നമ്മളെന്ത് പറയും? എൽനിനോ അമേരിക്കയിലുണ്ടായ എൽനിനോ ആണ് പ്രശ്നം. എൽനിനോ എന്നല്ലേ അതിനർത്ഥം? കൊച്ചു കുഞ്ഞെന്നാണ് ക്രിസ്തുവിനെ വെച്ചിട്ടാണ് പറയണത്. എൽനിനോ മറ്റാണ്. അതാണ് കാരണം. അതല്ല കാരണം. നമ്മളൊരു ഒരു വീട് കെട്ടുന്ന സമയത്ത് കല്ല് മാത്രം സിമെൻറ്റ് വെച്ച് കെട്ടാൻ പറ്റുമോ? അതിനുള്ള കമ്പികൾ ഇറക്കണം. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ കെട്ടി കളിക്കുമ്പോൾ ആ കുട്ടികൾക്ക് പോലും അറിയാം, മണലുകൊണ്ട് കെട്ടുമ്പോൾ അതിൻ്റെ നടിയിലേക്ക് അവൻ എന്ത് ചെയ്യും? അവൻ ചെറിയ കമ്പുകളൊക്കെ കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ ചിറ പൊട്ടിപ്പോകും. ഇതുപോലെ തന്നെ വരുന്ന ആ വെള്ളം മുഴുവൻ ശേഖരിച്ച്
എവിടേക്കും പൊട്ടിപ്പോകാതെ, മല പൊട്ടിപ്പോകാതെ വേരുകൾ ഇങ്ങനെ, ചില മരങ്ങളുടെ വേര്, ആ മരത്തിൻ്റെ തുഞ്ചം ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ വേരിൻ്റെ ഇതായി അവിടെ ഉണ്ടാകുക. ഇതെല്ലാം ഉള്ളത് കൊണ്ടൊന്നും ഉരുൾപൊട്ടലുണ്ടാവില്ല, മണ്ണൊലിപ്പ് ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം വെട്ടി 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 ഇന്നിപ്പോൾ എന്താ സംഭവം? തമിഴന്മാർ പറഞ്ഞ പോലെ അനുഭവി രാജ അനുഭവി. ഒന്നും പറയാനില്ല വേറെ. നമസ്കാരം.